This is the first question. A pair of equations is given. Linear equations ആണ്, രണ്ട് വേരിയബിൾ ഇൻവോൾവ് ആണ്, എക്സ് ആൻഡ് വൈ. ഇനി എലിമിനേഷൻ മെത്തേഡ് വഴി ഇതെങ്ങനെ സോൾവ് ചെയ്യും? എലിമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതിൽ ഒരാളെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് മാറ്റുന്നു, അതുവഴി നമ്മൾ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു. ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ആ ഇക്വേഷനിലുള്ള അൺനോൺ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏത് വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം കണ്ടുപിടിക്കലാണ് ആദ്യത്തെ ടാസ്ക്. ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ വേറൊന്നും നോക്കണ്ട, ആ കോഎഫിഷ്യൻസ് ഉള്ള വേരിയബിളിനെ വേണം നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ഇക്വേഷൻസ് നോക്കുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിലും എക്സിൻ്റെ വേരിയബിൾ സെയിം ആണ്. അപ്പോൾ ദ ഈസിയസ്റ്റ് വേ ഈസ് ടു എലിമിനേറ്റ് ദ വേരിയബിൾ എക്സ്. എക്സിനെ അങ്ങ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. വൈൻ്റെ വാല്യൂ കൊണ്ടുവന്ന് നമ്മൾ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടുമല്ലോ, അത് കൊണ്ടുപോയി ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ വേരിയബിളിൻ്റെ കൂടി വാല്യൂ കിട്ടും. ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, നമുക്ക് പ്രോബ്ലം നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ക്വസ്റ്റ്യനിലുണ്ടെങ്കിലും വി നീഡ് ടു കോപ്പി ദ ഇക്വേഷൻസ്. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാർക്ക് അതൊക്കെ ചെയ്യാൻ വലിയ മടിയുള്ള കൂട്ടരാണ്, അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കാം. എന്നിട്ട് ഇക്വേഷൻ നമ്പേഴ്സും കൊടുക്കാം, 1 and 2. ഇനി നമുക്കിവിടെ എന്താണ് വേണ്ടേ? ഇനി നമ്മളിവിടെ എക്സ് ആണെന്ന് കണ്ടുപിടിച്ച് സെയിം വേരിയബിൾ ആയിട്ട് വരുന്നുണ്ട്. ചില സമയത്ത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ സൈൻ മാറും, പ്ലസ് എന്നും മൈനസ് എന്നും വരും, +2 -2 അങ്ങനെ വന്നാലും നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ സെയിം കോഎഫിഷ്യൻസ് ആണ്. സെയിം കോഎഫിഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം കോഎഫിഷ്യൻസ് ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എന്നാൽ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും വന്നാൽ ഓപ്പോസിറ്റ് സൈൻ വന്നാലോ? ഓപ്പോസിറ്റ് സൈൻ വന്ന് സെയിം നമ്പർ ആയിരിക്കും. അങ്ങനെ വന്നാൽ നമ്മൾ ആ ഇക്വേഷൻസിനെ ആഡ് ചെയ്യണം. ഇത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഇവിടെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം ആണ്, സെയിം സൈൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ രണ്ടുപേരെയും സബ്ട്രാക്ട് വേണം ചെയ്യാൻ, അല്ലേ? സെയിം കോഎഫിഷ്യൻ്റ് വന്നാൽ നമ്മൾ സബ്ട്രാക്ട് വേണം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ 1 - 2 എന്ത് വരും? 2x - 2x 0, 3y - y 2y, 13 - 7 6. അപ്പോൾ അവിടെ നിന്ന് y = 6/2 which is equal to 3. യെസ്, അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ കിട്ടി. ഇത് നോക്കിക്കുക എന്ത് ഈസിയാണെന്ന്. നമ്മളൊരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്തതും നമുക്ക് അടുത്ത വേരിയബിളിൻ്റെ ആൻസർ കിട്ടി. ഇനി അടുത്തത് എന്താണ് ചെയ്യണേ? എക്സും കൂടെ കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഷുഡ് യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് y = 3 in നമുക്ക് കൂട്ടത്തിൽ ഈസി എന്ന് തോന്നുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് സെക്കൻഡ് ഇക്വേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 2x + ഇൻസ്റ്റെഡ് ഓഫ് y 3 എഴുതി = 7 which is 2x = 7 - 3 4, x = 4/2 is equal to 2. അപ്പോൾ നമുക്ക് കിട്ടിയല്ലേ? Therefore x = 2, y = 3 is the solution. അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വേരിയബിളെ അൺനോൺ കാണുള്ളൂ. അപ്പോൾ നമ്മൾ x = 2 ഇസ് എ സൊല്യൂഷൻ, x = 5 ഇസ് എ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതും. ഇവിടെ എക്സും വൈയും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഇങ്ങനെ രണ്ടിൻ്റെ വാല്യൂവും കണ്ടുപിടിച്ചാലേ നമുക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. x = 2, y = 3 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സൊല്യൂഷനാണ്. രണ്ട് വേരിയബിളിൻ്റെയും വാല്യൂസ് വേണം, അല്ലാതെ ഇത് രണ്ട് സൊല്യൂഷൻ അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെവൽ ഇക്വേഷൻ നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് വന്നില്ലേ? ഇനി കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് വന്നില്ലെങ്കിലോ? അവർ സെയിം ആയിട്ട് മാറ്റണ്ടേ? അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സോ ലെറ്റ്സ് സീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നൗ. സോൾവ് a + 2b = 14, 3a + 4b = 34. അപ്പം ഹിയർ ഓൾസോ എ പെയർ ഓഫ് ഇക്വേഷൻസ് ഇസ് ഗിവൺ. രണ്ട് വേരിയബിൾ ഉണ്ട്, എ എന്ന് പറയുന്ന വേരിയബിളും ബി എന്ന് പറയുന്ന വേരിയബിളും. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, രണ്ട് ഇക്വേഷനിലും കോഎഫിഷ്യൻസ് സെയിം ആണ്. എയിൻ്റെ ആണെങ്കിൽ ആദ്യത്തത് 1 ആണ്, രണ്ടാമത്തത് 3 ആണ്. ബീൻ്റെ ആണെങ്കിലോ ആദ്യത്തത് 2 ആണ്, രണ്ടാമത്തത് 4 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് കോഎഫിഷ്യൻസ് സെയിം ആക്കിയാലേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ എയിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കുക, ഇല്ലെങ്കിൽ ബീൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കുക. എയിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കുക എന്ന് വെച്ചാൽ എന്താണ്? 1 is a factor of 3, അല്ലേ? അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റും 3 ആക്കാം. ഇനി ബീൻ്റെ സെയിം ആക്കുക എന്ന് പറഞ്ഞാലും 2 is a factor of 4, അതായത് 2 × 2 ആണ് 4. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ആദ്യത്തെ ഇക്വേഷനിലെ ബീൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആക്കാം. ഇതുപോലെ ഫാക്ടർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഫാക്ടേഴ്സ് ഒന്നും അല്ലാത്ത രണ്ട് നമ്പറാണ് കിട്ടുന്നതെന്ന് വെച്ചോ, ബീൻ്റെ കോഎഫിഷ്യൻ്റ് 3ഉം 5ഉം ആണെന്ന് വെച്ചോ. എന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ വേറൊരു കോമൺ നമ്പറിലേക്ക് മാറ്റുക. അതായത് LCM എടുത്താൽ മതി. LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ 3നെ നമ്മൾ 15 ആക്കാൻ നോക്കും, 5നെയും നമ്മൾ 15 ആക്കാൻ നോക്കും. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും
ഒന്നും ആവശ്യം വരുന്നില്ല, കാരണം നമുക്ക് ഫാക്ടേഴ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യു ഷുഡ് കോപ്പി ദ ഇക്വേഷൻസ് ഡൗൺ. a + 2b = 14, 3a + 4b = 34. ഇനി നമുക്കിനി കോയിഫിഷ്യൻസ് ഒക്കെ റെഡി ആക്കാനുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ നമ്പർ കൊടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1 and 2. എനിക്കിപ്പോൾ തോന്നുന്നത് എയിൻ്റെ കോയിഫിഷ്യൻ്റ് റെഡി ആക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെയിം ആക്കാം. അപ്പോൾ എയിൻ്റെ കോയിഫിഷ്യൻ്റ് റെഡി ആക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഈ എയിൻ്റെ ഒപ്പം ഒരു 3നെ മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ ഒരു ഇക്വേഷനിൽ നമുക്ക് ഒരു വേരിയബിളിനെ മാത്രം അല്ലെങ്കിൽ ഒരു ടേമിനെ മാത്രം എടുത്ത് ഒരു ചേഞ്ചും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ത്രൂ ഔട്ട് ആ ഇക്വേഷനിൽ ആ ചേഞ്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇക്വേഷൻ 1നെ മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് വിൽ ബിക്കം 3a പ്ലസ് ഈ 2ൻ്റെ ഒപ്പം 3 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് പറ്റും? 6b = 14 × 3 എത്ര വരും? 42. അപ്പം നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ്റെ മാറിയത് കണ്ടോ? 3a + 6b = 42 എന്നായി. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ രണ്ട് കോയിഫിഷ്യൻസും സെയിം ആയില്ലേ എയുടെ? ഇത് പുതിയൊരു ഇക്വേഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 3നെയും 2നെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈസിയർ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് ഈ 3നെ കൂടെ അങ്ങ് എടുത്തെഴുതാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 3 - 2 സെയിം കോയിഫിഷ്യൻസ് വന്നാൽ എന്ത് ചെയ്താൽ മതി? 3 - 2 ചെയ്താൽ മതി. കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് എഴുതാം. 3 - 2 implies 3a - 3a 0a, 6b - 4b 2b, 42 - 34 8. സോ b = 8/2 which is equal to 4. ഒരാളുടെ വാല്യൂ കിട്ടി. അടുത്ത ആളിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് b = 4 in ഇക്വേഷൻ 1. എനിക്കത് സിമ്പിൾ ആയിട്ട് തോന്നിയത് കൊണ്ട് അത് കൊടുക്കുകയാണ്. a + 2b എന്ന് പറയുമ്പോൾ 2 × 4 8 = 14. അപ്പോൾ a = 14 - 8 which is equal to 6. ഇതൊക്കെ കിട്ടി. എന്റെ വാല്യൂ 6ഉം ബിന്റെ വാല്യൂ 4 എന്ന് കിട്ടി. സോ ദിസ് ഇസ് ദി സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നോക്കിയത്? ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ എലിമിനേഷൻ മെത്തേഡാണ്. വേരിയബിൾസിൽ ഒരാളെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നൊരു മെത്തേഡാണ്. നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ആദ്യത്തതിൽ കോയിഫിഷ്യൻസ് സെയിം ആക്കി തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. രണ്ടാമത്തതിൽ കോയിഫിഷ്യൻസ് സെയിം ആയിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്കത് സെയിം ആക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫ്രീലി ആസ്ക് മീ ഇൻ ദ കോമെന്റ് സെക്ഷൻ. സീ യു സൂൺ.